2021 RRB NTPC CBT 1 എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണിത്. Two poles of height 12 meter and 17 meter stand vertically upright on a plain ground. If the distance between their feet is 12 meter, find the distance between their tops. അപ്പോൾ 12 മീറ്ററും 17 മീറ്ററും ഹൈറ്റ് ഉള്ള രണ്ട് പോളുകൾ 12 മീറ്റർ ഡിസ്റ്റൻസിൽ ഒരു ഗ്രൗണ്ടിൽ സ്ഥാപിച്ചിരിക്കുവാണ്. പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് പോസ്റ്റ് പോലത്തെ ഒരു സ്ട്രക്ചർ, അത്രേ ഉള്ളൂ. ഇനി അവർ ചോദിച്ചിരിക്കുന്നത് ഈ പോളുകളുടെ ടോപ്പുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. അതായത് ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ഈ ലൈനിന് പാരലൽ ആയിട്ടൊരു ലൈൻ ഇവിടെ നിന്നും വരയ്ക്കണം. ഓക്കെ, അപ്പോ ഞാനൊരു ലൈൻ അങ്ങനെ പാരലൽ ആയിട്ട് വരയ്ക്കുവാണ്. പാരലൽ എന്ന് പറഞ്ഞാൽ ഇവിടെ മുതൽ ഇവിടം വരെ ഒരേ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്ന രീതിയിൽ ഞാൻ എന്ത് ചെയ്യുവാണ്, ഈ ലൈൻ വരച്ചേക്കുവാണ്. അപ്പോ ഇവിടെ 12 മീറ്റർ ആണെങ്കിൽ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും, 12 മീറ്റർ ആയിരിക്കും. അതായത് ഇത്രയും ഡിസ്റ്റൻസ് 17 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇത്രയും ഡിസ്റ്റൻസ് എത്രയായിരിക്കും, 12 മീറ്റർ ആയിരിക്കും. ഇനി നിങ്ങൾ നോക്കാം, ഇവിടെ 12 മീറ്റർ ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, ഈ ലെങ്ത് എത്രയായിരിക്കും, 12 മീറ്റർ ആയിരിക്കും. അപ്പൊ ഇവിടെ 12 മീറ്റർ. ഇനി നിങ്ങൾ നോക്കുക, ഇത് മൊത്തം 17 ആണ്, ഇത്രയും 12 ആണ്. അപ്പൊ ഇത്രയും ഡിസ്റ്റൻസ് എത്ര വരും, 5 എന്ന് വരുമല്ലോ. ഇനി നിങ്ങൾ നോക്കുക, ഈ കാണുന്നത് ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്, ഹൈപ്പോട്ന്യൂസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഈ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഹൈപ്പോട്ന്യൂസ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക, പൈതഗോറിയസ് തിയറം വെച്ചിട്ട് ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അപ്പൊ ഞാൻ ബേസ് സ്ക്വയറും ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയറും സ്ക്വയർ ചെയ്ത് റൂട്ട് എടുക്കുവാണ്. അപ്പോൾ 12 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ ഈക്വൽ ടു 144 പ്ലസ് 25 ഈക്വൽ ടു റൂട്ട് 169 ഈക്വൽ ടു റൂട്ട് 169 13 ആണ്. 13 മീറ്റർ എന്നെനിക്ക് ഉത്തരം കിട്ടും. നമ്മുടെ ആൻസർ.